പോയി. ചന്ദ്രവർമ്മൻ രാജാവിനോട് പറഞ്ഞു, പ്രഭു, അങ്ങയുടെ അനുചരന്മാർ വേർപെട്ടിട്ടും അടിയൻ അങ്ങയോടൊപ്പമുണ്ട്. എന്തു വേണമെന്ന് ആജ്ഞാപിച്ചാലും അടിയൻ സന്നദ്ധനായിരിക്കുന്നു. രാജാവ് അവനെ സൂക്ഷ്മമായി ഒന്ന് നോക്കി. നീ മാത്രമെങ്കിലും എന്റെ രക്ഷയ്ക്കായി ഇവിടെ നിന്നല്ലോ. അദ്ദേഹം ആശ്വസിച്ചു. അല്പസമയത്തിന് ശേഷം രാജാവ് അവനോട് കൽപ്പിച്ചു, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഭക്ഷണത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുക. കാട്ടിൽ ഭക്ഷണം സുലഭമാണല്ലോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് ചന്ദ്രവർമ്മൻ അവിടെ നിന്നും പോയി. അയാൾ ഒരു മാനിനെ കൊന്നു. കല്ലുകൾ കൂട്ടി തീ ഉണ്ടാക്കി. കാട്ടുകമ്പുകളിൽ തീ പടർന്നു പിടിച്ചു. മാനിറച്ചി അയാൾ പാകപ്പെടുത്തി ഭക്ഷണത്തിന് വേണ്ടും വിധം സജ്ജമാക്കി രാജസന്നിധിയിൽ സമർപ്പിച്ചു. രാജാവ് ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു വിശപ്പടക്കി. ബാക്കിയുള്ളത് ചന്ദ്രവർമ്മനും ഭക്ഷിച്ചു. നിന്റെ സേവനത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നമുക്ക് എത്രയും വേഗം കൊട്ടാരത്തിലെത്തണം. അംഗരക്ഷകൻ നീ തന്നെ ആയിക്കൊള്ളട്ടെ. അവർ രാജകൊട്ടാരത്തിലെത്തി. എവിടെയെല്ലാമോ അലഞ്ഞ് അവസാനം കിങ്കരന്മാരും അവിടെ മടങ്ങിയെത്തി. രാജാവ് ചന്ദ്രവർമ്മന് വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി അവനെ